കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം നട്ടുവളർത്തുന്ന പച്ചക്കറി ചെടികളിലെ വെള്ളീച്ചയുടെയും കുരുടിപ്പിൻ്റെയും ശല്യം കാരണം കൃഷിയോട് തന്നെ മടുപ്പ് തോന്നുന്നവരാണോ നിങ്ങൾ? എങ്കിൽ രാസകീടനാശിനികൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ജൈവ രീതിയിൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു ജൈവ കീടനാശിനിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ഒരു തണ്ടും അതിൻ്റെ കൂടെ രണ്ടാമതായി വേണ്ടത് നമ്മുടെ പറമ്പിൽ സുലഭമായി കിട്ടുന്ന പപ്പായയുടെ ഒരു ഇലയുമാണ്. കറ്റാർ വാഴ പല വിധത്തിൽ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ വളരെ പവർഫുള്ളായ ഒരു രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. നാം തയ്യാറാക്കുന്ന ഈ ജൈവ സ്ലറി ഒരു ജൈവവളം മാത്രമായിട്ടല്ല ഉപയോഗപ്പെടുന്നത്, മറിച്ച് പച്ചമുളക് ചെടികളിൽ നമുക്കൊക്കെ ഏറ്റവും വലിയ തലവേദനയായ വെള്ളീച്ച, കുരുടിപ്പ്, ഇലപ്പൻ ഇവയുടെ ശല്യത്തിൽ നിന്നും ചെടികളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പവർഫുള്ളായ ജൈവ കീടനാശിനിയാണിത്. ചെടികളിൽ കാണാറുള്ള മുരടിപ്പ് പല വിധത്തിൽ വരാറുണ്ട്. മണ്ണിൻ്റെ അമ്ലത മൂലം വരാറുള്ള മുരടിപ്പ്, ഇലപ്പൻ്റെ ആക്രമണം മൂലം വരാറുള്ള മുരടിപ്പ്, അതുപോലെ ഫംഗസും ബാക്ടീരിയയും പരത്തുന്ന മറ്റൊരു സൈസ് മുരടിപ്പ്. അങ്ങനെ പല മാർഗങ്ങളിലൂടെ മുരടിപ്പ് രോഗം ചെടികളിൽ വരാറുണ്ട്. ഇത്തരം എല്ലാ രോഗങ്ങൾക്കും പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു ജൈവ കീടനാശിനി വീട്ടിൽ തന്നെ ചിലവൊന്നുമില്ലാതെ നമുക്ക് വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു അറിവ് എനിക്ക് പറഞ്ഞു തന്നത് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്താണ്. ഞാനത് ഉണ്ടാക്കി പരീക്ഷണത്തിന് ശേഷമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം വേണ്ടത് കറ്റാർ വാഴയുടെ നല്ല ജെല്ലുള്ള ഒരു തണ്ടാണ്. ഞാനിവിടെ ഈ കാണുന്ന കറ്റാർ വാഴയിൽ നിന്നും നല്ല മൂപ്പുള്ള ഒരു തണ്ട് മുറിച്ചെടുക്കുകയാണ്. കറ്റാർ വാഴ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ രാസവസ്തുക്കളൊന്നും ചേർക്കരുത്. ഇനി ഇത് ചെറുതായി ഒന്ന് മുറിച്ചെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറ്റാർ വാഴയുടെ തണ്ടിൻ്റെ കൂടെ രണ്ടാമതായി നമുക്ക് ചേർക്കാനുള്ളത് പപ്പായയുടെ ഇലയാണ്. അധികം മൂപ്പില്ലാത്ത ഇല എടുത്താൽ മതി. കറ്റാർ വാഴ അരിഞ്ഞ പോലെ തന്നെ പപ്പായയുടെ ഇലയും ചെറുതായി അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നമ്മൾ അടിച്ചെടുക്കണം. ഇത് രണ്ടും കൂടി അരിച്ചെടുത്ത സ്ലറിയാണ്. ഇനി ഒരു പഴയ അരിപ്പ കൊണ്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇഴ അകലമുള്ള തുണി കൊണ്ട് അരിച്ചെടുത്താലും മതി. ഇനി ഇത് ഒരു 4-5 ദിവസം ഒന്ന് മൂടി വെച്ച് മാറ്റി വെക്കണം. 4-5 ദിവസം കഴിയുമ്പോൾ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇത് വെള്ളം ചേർത്ത് നേർപ്പിക്കേണ്ടത് 1:1 എന്ന അനുപാതത്തിലാണ്. അതായത് നാം തയ്യാറാക്കിയ ജൈവ സ്ലറി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളം ചേർത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ കാണുന്ന മുളക് ചെടികൾ കുരുടിപ്പ് വന്ന് വളർച്ച തന്നെ നിന്നു പോയ പച്ചമുളക് ചെടികളായിരുന്നു. ഈ ഒരു ജൈവ സ്ലറി ഉണ്ടാക്കി പരീക്ഷണത്തിന് ശേഷം മുരടിപ്പ് മാറി നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പുതിയതായി വരുന്ന ഇലകൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, അത്രയും വ്യത്യാസം ചെടിയിൽ കാണുന്നുണ്ട്. ഈ ഒരു കീടനാശിനി സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായി 1-2 കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ ചെടിയിൽ രോഗം ബാധിച്ച ഇലകളും തലപ്പുകളും ഒക്കെ മുറിച്ച് മാറ്റിയതിനു ശേഷം മാത്രമേ ഇത് ചെടികളിൽ അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. പപ്പായ ചെടിയുടെ ഇലയ്ക്ക് പകരം കാന്താരി മുളകും വെളുത്തുള്ളിയും അരച്ചു ചേർത്ത ലായനിയും വെള്ളീച്ചക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ്. പപ്പായ ഇലയും കറ്റാർ വാഴയും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ മിശ്രിതം ചെടികൾക്ക് യാതൊരു ദോഷവും വരുത്താതെ കീടങ്ങളെ തുരത്താൻ സഹായിക്കും. ഇത് പൂർണ്ണമായും ജൈവ രീതിയിലുള്ളതായതിനാൽ ഇത് പ്രയോഗിച്ച ശേഷം വിളവെടുക്കുന്ന പച്ചക്കറികളിൽ യാതൊരു വിഷാംശവും ഉണ്ടാകില്ല. പപ്പായ ഇലയിലെ പപ്പൈൻ എൻസൈമും കറ്റാർ വാഴയുടെ പശിമയും ചേർത്ത് ഇലപ്പൻ, വെള്ളീച്ച, പയറിലെ മുഞ്ഞ തുടങ്ങിയ കീടങ്ങളെ ഫലപ്രദമായി നമുക്ക് നശിപ്പിക്കാൻ പറ്റും. ഇത് തയ്യാറാക്കുമ്പോൾ കൂടുതലായി ഉണ്ടാക്കി പിന്നീട് തളിക്കാൻ വേണ്ടി മാറ്റി വെക്കാതെ ഉണ്ടാക്കിയ ഉടനെ തന്നെ കീടശല്യത്തിനെതിരെ നമുക്ക് പ്രയോഗിച്ചു തീർക്കണം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളത്തോട്ടം കൂടുതൽ മികച്ചതാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതട്ടെ. നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും സഹകരിക്കുമല്ലോ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.